നമസ്കാരം. മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകനും കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ AK ഫൈസലിന്റെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്ന ലെസ്ബിയൻ കപ്പിൾസ് ആദിലയും നൂറയും പങ്കെടുത്തതിനെക്കുറിച്ചുള്ള പ്രതികരണം ചർച്ചയാകുന്നതിനിടെ വിഷയത്തിൽ വിമർശനവുമായി നടി ചിന്നു ചാന്ദിനിയും. ആഡംബര ബ്രാൻഡുകൾക്ക് ധാർമ്മികത കുറവാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു വലിയ വീട് വാങ്ങാൻ കഴിയേക്കാം, പക്ഷേ സംസ്കാരം തീർച്ചയായും വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ വീടിന് അഭിനന്ദനങ്ങൾ. ഒരു ദിവസം നിങ്ങൾ സഹാനുഭൂതിക്ക് വേണ്ടിയും ഒരു വീട് പണിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഭയമില്ലാതെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ശക്തി. പരസ്യമായി വെറുക്കുന്നത് യഥാർത്ഥ ബലഹീനതയാണ്. ആ കളിയിൽ വിജയികൾ ആരാണെന്ന് വ്യക്തമാണ്. അത് ധനികനോ അയാളുടെ കമ്പനിയോ അല്ല, അദ്ദേഹം തിരഞ്ഞെടുത്ത ആ രണ്ട് യുവതികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വർണവും വില കൂടിയ ഷാൻലിയറുകളും വെച്ചോളൂ, പക്ഷേ നിങ്ങളുടെ തത്വങ്ങൾ നന്നാക്കൂ. അങ്ങേയറ്റം പ്രശ്നകരമായ ഒരു പ്രസ്താവനയ്ക്ക് നിങ്ങൾ പരസ്യമായി ക്ഷമാപണം നടത്തണമെന്നാണ് ചിന്നു ചാന്ദിനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പ്രതികരിച്ചത്. താരനിമിടമായിരുന്നു AK ഫൈസലിന്റെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ്. മന്ത്രി മുഹമ്മദ് റിയാസ്, ബോളിവുഡ് താരം അർജുൻ കപൂർ ഉൾപ്പെടെ നിരവധി മലയാള സിനിമാ താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികൾക്കും ചടങ്ങിൽ ക്ഷണം ലഭിച്ചിരുന്നു. മറ്റ് താരങ്ങൾക്കൊപ്പം ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും ഗൃഹപ്രവേശന ചടങ്ങിനെത്തിയിരുന്നു. ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയുള്ള AK ഫൈസലിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയത്. തൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ രണ്ട് പെൺകുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തത് തൻ്റെ അറിവോടെ ആയിരുന്നില്ലെന്നായിരുന്നു ഫൈസൽ കുറിച്ചത്. ഇതിന് പിന്നാലെ ഫൈസലിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി. ഫൈസലിന്റെ ഈ പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും വിവാദമാവുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു. ഫൈസലിന്റെ ഈ പ്രതികരണത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. ആദിലയ്ക്കോ നൂറയ്ക്കോ വലിഞ്ഞു കയറി സൽക്കാരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ജോലിയുള്ളവർക്ക് കഴിക്കാനുള്ളത് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെയോ വിവരമില്ലാത്തവർ പറഞ്ഞത് കേട്ട് അവർ വിളിക്കാതെ വലിഞ്ഞു കയറി വന്നവരാണെന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി. വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശുദ്ധ ചെറ്റത്തരമാണ്. ആ കുട്ടികൾ മനസ്സറിഞ്ഞെന്ന് ശപിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഈ ചീട്ടുകൊട്ടാരം പാടെ തകരും. ഇന്ന് ചിരിച്ചുകൊണ്ട് വന്ന പ്രമുഖ ബന്ധങ്ങൾ അന്ന് കാണുക പോലുമില്ല. ഒന്നെങ്കിൽ അവരെ ക്ഷണിക്കരുതായിരുന്നു. ഇനി ക്ഷണിച്ചെങ്കിൽ തന്നെ ഈ വിധത്തിൽ അപമാനിച്ചത് ശരിയാണോ? കുറെ ക്യാഷ് ഉണ്ടാക്കിയാൽ വിവരവും ബോധവും പോകുമോ? ഇതാണോ നിങ്ങളുടെ അന്തസ്സ് എന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ കൂടുതലും പേരുടെ വിമർശനം. സിനിമ, സോഷ്യൽ മീഡിയ രംഗത്തെ നിരവധി പേർ ഇതിനോടകം തന്നെ ഫൈസലിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. അതേസമയം AK ഫൈസലിനെതിരെ വിമർശനവുമായി ജസ്ല മാടശ്ശേരിയും രംഗത്ത് വന്നിരുന്നു. ആദ്യം മനുഷ്യനാവും മിസ്റ്റർ എന്നാണ് ജസ്ലയുടെ വിമർശനം. ഒരാൾക്ക് സഹായങ്ങൾ ചെയ്യുന്നത് പോലും ബിസിനസ് പ്രൊമോഷൻ കണ്ടന്റ് ആക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ മനസ്സിലാവുമോ എന്നത് സംശയമാണ്. മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ അവിവേകം കൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മനുഷ്യജീവിതങ്ങളെ അപമാനിക്കാൻ തയ്യാറാവുമ്പോൾ വിവേകമുള്ള പൊതുജനം ചിലപ്പോൾ എയറിലാക്കിയെന്ന് വരും. മുക്കി ഓടിയിട്ടൊന്നും കാര്യമില്ല, ഡിജിറ്റൽ യുഗമായി പോയില്ലേ. ഇങ്ങേരുടെ വീട്ടിൽ വലിഞ്ഞു കയറി ചെന്ന് ഭക്ഷണം കഴിക്കേണ്ട ഗതികേടുള്ള പെൺകുട്ടികളൊന്നുമല്ല അവർ. നിങ്ങളിൽ എത്ര പേരുടെ മുന്നിൽ കൈനീട്ടിയാണ് അവർ ജീവിക്കുന്നതെന്നും ജസ്ല ചോദിക്കുന്നു.